ഇരിക്കുന്ന എല്ലാരും വഴി അന്വേഷിച്ച് വന്നവരാണ്. ആ വഴി ഞാൻ കാണിച്ചു തന്നു കഴിയുമ്പോ പൊക്കോളാം. ഉണ്ടോ? വഴി ചോദിക്കാൻ വന്നവനെ കെട്ടിയിടാൻ പാടില്ല എന്നാണ്. വഴി ചോദിക്കാൻ വരുന്നവനെ എല്ലാരും ചെയ്യണ പണി അതാണ്. ഈ ട്രെയിനർമാരൊക്കെ ചെയ്യണ പരിപാടി. ആരെങ്കിലും വഴി ചോദിച്ചു വരും, അവർക്കോ വഴി അറിയാൻ പാടില്ല. എന്നിട്ട് എന്ത് ചെയ്യും? അവരിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവിടെ കെട്ടിയിടും. 2-3 മാസമൊക്കെ, അല്ലെങ്കിൽ ഒരു 6 മാസം, ഒരു വർഷം, അതിൽ കൂടുതലൊന്നും വേണ്ട. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി മനസ്സിലാവും. നിങ്ങളുടെ മാർഗം തെളിഞ്ഞു കിട്ടും. നിങ്ങളുടെ ജീവിതം എൻലൈറ്റൻഡ് ആവും, എൻറിച്ച്. പിന്നെ വഴി നോക്കി പൊക്കോളണം. അപ്പോഴത്തേക്കൂടെ ആൾക്കാർ, വേറെ കോടിക്കണക്കിന് മനുഷ്യർ വെയിറ്റ് ചെയ്യുക. നിങ്ങളൊന്ന് ആയിട്ട് വേണം ബാക്കിയുള്ളവരിലോട്ടൊന്ന് എത്തിക്കാൻ. കാര്യമായിട്ട് ആൾക്കാർ വെയിറ്റ് ചെയ്യുക. ആളുകള്, ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് മനുഷ്യരല്ലേ വെയിറ്റ് ചെയ്യുകയാണ്. എന്ന് നിമിഷത്ത് പറഞ്ഞ പോലെ ഊർജം, ആത്മാവ്, നിങ്ങളെ സെൽഫിലോട്ട് നോക്കുക. ഇതൊക്കെ എന്താണ് ഇതിന്റെ സത്യം? ഓരോ സൂര്യനായി മാറാനാണ് നിമിഷത്ത് പറഞ്ഞത് അല്ലെ? ഓരോ സൂര്യനായി മാറുക. ശരിക്കും ഓരോ സൂര്യനാണ് എല്ലാവരും. എല്ലാവരും ഓരോ സൂര്യനാണ്. പ്രതിബിംബങ്ങളാണ്, പ്രതിബിംബങ്ങൾ. സൂര്യൻ ഒന്നേ ഉള്ളൂ. ഞാൻ ഈ സൂര്യൻ സൂര്യൻ എന്ന് പറയുമ്പോ എല്ലാരും കൂടി കയറി സൂര്യനെ പിടിച്ച് ആരാധിച്ചേക്കരുത് കേട്ടോ. സൂര്യനും നമ്മെ പോലെ തന്നെ ഒരു ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളും നമ്മുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രതിബിംബങ്ങളാണ്, പ്രതിബിംബങ്ങൾ. അപ്പൊ എങ്ങനെ അത് വിശദീകരിക്കും? ഞാൻ പറയാം എന്തായാലും. എന്താണ് ആത്മാവ് എന്ന് എപ്പോഴും മനുഷ്യന് സംശയം. എത്ര പറഞ്ഞു കൊടുത്താലും, എത്ര പ്രാവശ്യം പറഞ്ഞാലും വീണ്ടും 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 ആ സംശയം ഇങ്ങനെ മനുഷ്യനോട് വന്നുകൊണ്ടിരിക്കും. എന്താണ് ഈ ആത്മാവ്, ആത്മാവ്, സോൾ, സോൾ എന്ന് പറഞ്ഞ്, എന്താണ് സോൾ? ഒരു ദിവ്യ ചൈതന്യമാണോ? ദിവ്യ ചൈതന്യമാണെങ്കിൽ അത് എല്ലാത്തിലും ഇല്ലേ? എല്ലാത്തിലും ദിവ്യ ചൈതന്യമുണ്ട്. ദിവ്യ ചൈതന്യമല്ല സോൾ. ആളുകൾ പലപ്പോഴും സോളിനെ സ്പിരിറ്റും എന്ന് വിളിക്കും. സ്പിരിറ്റ് എന്ന് വിളിക്കുന്ന ആളുകളുണ്ട്. സ്പിരിറ്റ്. സ്പിരിറ്റ് എന്ന് പറയുന്നത് ചൈതന്യമാണ്. ഹോളി സ്പിരിറ്റ്. സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു ഒരു അതാ അതിന്റെ എൻഡ് ഓഫ് എന്താണോ അതാണ് നമ്മൾ ഈ പറയുന്ന ഈശ്വരൻ, സൃഷ്ടാവ്, ഗോഡ്. അതിൽ ഏറ്റവും വലിയ ചൈതന്യമാണ്. ആ ചൈതന്യത്തിൽ നിന്നാണ് മനുഷ്യനെല്ലാരും ഉണ്ടാകുന്നത്. ആ ചൈതന്യത്തിന്റെ ഒരു ശകലമാണ് നമ്മുടെ സോൾ എന്ന് പറയാം. ഒരു ശകലം, അനന്തമായ, ഒരിക്കലും ആരംഭിക്കാത്തതും അവസാനിക്കാത്തതുമായ ഒരു ഒരു ജ്വാല. പ്രകാശം എന്ന് പോലും നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റൂല. അതാണ് പ്രകാശം എന്ന് പോലും അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അതിന് എന്തും കഴിയും. നിങ്ങൾ പ്രകാശം കണ്ണടച്ചിരുന്നപ്പോൾ കണ്ടു. ആ, അതിനെ ഡിഫൈൻ ചെയ്യരുത് നിങ്ങൾ. ഡിഫൈൻ ചെയ്യുക, അതിലേട്ട് നിങ്ങൾ അതായിത്തീരരുത്. പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം വീണ്ടും സംസാരിക്കുന്നത്. കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. പലരും ചോദിക്കും, നമുക്കൊരു തുടക്കമുണ്ടോ, നമുക്കൊരു അവസാനം ഉണ്ടോ, നമ്മുടെ ആത്മാവ് എന്തെങ്കിലും എൻഡ് ചെയ്യോ എന്നൊക്കെ ചോദിക്കും. എന്നാ ഞാൻ തുടങ്ങിയത്, എന്നാ അവസാനിക്കുക.
ഈ ചോദ്യത്തിന് മനസ്സുകൊണ്ട് ഉത്തരം നൽകാൻ പറ്റൂല. ഈ ചോദ്യത്തിന് ഹൃദയം കൊണ്ടാണ് ഉത്തരം പറയാൻ പറ്റുള്ളൂ. ഉത്തരം പറയാൻ പറ്റും, മനസ്സുകൊണ്ട് പറയാൻ പറ്റൂല. ഈ ചോദ്യത്തിന്റെ ഉത്തരം സ്വീകരിക്കണമെങ്കിലും മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ പറ്റില്ല. നോട്ട് ഫ്രം ലോജിക്. അതുകൊണ്ട് തന്നെ മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ പറ്റില്ല. നിങ്ങളുടെ മനസ്സ് ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ ഹൃദയം കൊണ്ട് സ്വീകരിക്കണം. ഹൃദയത്തിലെ നിശബ്ദതയിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഇതിന് ഉത്തരം കിട്ടുള്ളൂ. കഴിഞ്ഞ ദിവസം ആരോ ചോദിച്ചു, ഞാൻ ഇതിനു മുമ്പ് ഒന്ന് വിശദീകരിച്ചാണ് എന്തിനാണ് ഈ കഷ്ടപ്പാടും ദുരിതവും ബുദ്ധിമുട്ടും ഒക്കെ തന്നത്. ആ കഷ്ടപ്പാടും ദുരിതവും ബുദ്ധിമുട്ടും പെട്ടിട്ട് മനുഷ്യൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ ഈ കാലാകാലം എന്നാരോ ചോദിച്ചു. അതിന് മറുപടി വേണമെങ്കിൽ ഞായറാഴ്ച പരിപാടി പങ്കെടുക്കുക രാവിലെ. ഞായറാഴ്ച ഞാൻ രാവിലെ അത് വിശദീകരിക്കും. ഇനിയും കഷ്ടപ്പാടാണെങ്കിൽ ഒരു 90 ദിവസം ഇതിനകത്ത് ഇരിക്കാൻ പറഞ്ഞാൽ അതിനകത്താണ് 90 ദിവസം. ഇതിന്റെ ലെവല് മാറി വേറൊരു ലെവലിലേക്ക് പോകുന്ന ആളുകളുണ്ട്. ഒന്നും അല്ലെങ്കിൽ 41 ദിവസം ഇവിടെ പൂർത്തിയാക്കിയവര്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ആ പ്രോസസ്സിൽ എന്തെങ്കിലും ഒരു ഫീലിംഗ് കിട്ടിയ ആളുകൾ, അവരൊരു വേറൊരു തലത്തിലേക്ക് പോവാണ്. ഈ ഞാനീ പറയുന്നത് നിങ്ങൾ ഹൃദയത്തിലൂടെ കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് അത് ആസ്വദിക്കാൻ കഴിയുള്ളൂ. നിങ്ങളുടെ ആത്മാവ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേരുകളല്ല, നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളല്ല, നിങ്ങളുടെ പേരല്ല, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അല്ല. നിങ്ങൾ ഡോക്ടറോ എഞ്ചിനീയറോ കൂലിപ്പണിക്കാരനോ പൈലറ്റോ വീട്ടമ്മയോ ഒന്നുമല്ല. അതൊന്നുമല്ല. നിങ്ങൾ ഇവിടെ നേടിയ നിങ്ങളുടെ ഒരു മൂടുപടവമോ ഒന്നുമല്ല. നിങ്ങളുടെ ഒരു മുഖം മൂടിയല്ല. സോൾ എന്ന് പറയുന്നത് നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സൃഷ്ടാവിന്റെ, ദൈവത്തിന്റെ ഒരു കണമാണ്, ഒരു കണം. മനുഷ്യന്റെ ശരീരം പരിശോധിച്ചാൽ മനസ്സിലാകും, മണ്ണിലുള്ളതെല്ലാം മനുഷ്യന്റെ ഉണ്ട്. മണ്ണിലുള്ളത്, ഈ ഭൂമിയിലുള്ളതെല്ലാം മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതെങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. എല്ലാം ഉണ്ട്, എല്ലാം. ഈ മണ്ണാകുന്ന ഈ വാഹനത്തിനുള്ളിലേക്ക്, ഈ വാഹനത്തിനുള്ളിൽ ഉള്ള ഒരു ദൈവികാംശം, നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഒരു ഒരു ഒരേ ഒരു സൂര്യൻ, ആ സൂര്യൻ ഒരു വലിയ കണ്ണാടിയിൽ പ്രതിഫലിക്കുന്നു. വലിയ കണ്ണാടിയിൽ പ്രതിഫലിക്കുന്നു. അപ്പൊ സൂര്യൻ രണ്ടെണ്ണാവോ ഒരെണ്ണാവോ? ഒരു സൂര്യൻ തന്നെ ഉണ്ടാവുള്ളൂ. ഒറിജിനൽ ആയിട്ട് ഒരു സൂര്യൻ തന്നെ ഉണ്ടാവുള്ളൂ, അല്ലെ? ആ കണ്ണാടി പൊട്ടിച്ചിതറിപ്പോയി, പല കഷ്ണങ്ങളായി മാറി. പല കഷ്ണങ്ങൾക്കും പല രൂപങ്ങളായിരിക്കും, അല്ലെ? ചിലർ വെളുത്തതായിരിക്കും, ചിലർ കറുത്തതായിരിക്കും, ചിലർ പൊക്കം കൂടിയതായിരിക്കും, ചിലർക്ക് പൊക്കം കുറഞ്ഞതായിരിക്കും. പക്ഷെ അതല്ല, ആ കണ്ണാടികളിലെല്ലാം അപ്പോഴും എന്ത് ചെയ്യും? എന്ത് കാണുന്നുണ്ടാവും? സൂര്യനെ പ്രതിഫലിക്കുന്നുണ്ടാവും, അല്ലെ? സൂര്യനെ പ്രതിഫലിക്കുന്നുണ്ടാവും. അതാണ് ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് എന്റെ പ്രതിച്ഛായയിൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണ്ടോന്ന് മനസ്സിലാക്കാം. മനസ്സിലാക്കാത്തവനോ ഒരിക്കലും മനസ്സിലാവില്ല. അവനെ മൊത്തം പൊതിഞ്ഞിരിക്കുകയാണല്ലോ. അവന്റെ മുമ്പിലും പിമ്പിലും സൈഡിലും ഒക്കെ ഭിത്തി പണിത് വെച്ചേക്കുവാണ്. അവന്മാരെപ്പോഴും അടിയായിരിക്കും. എന്റെ മതാടാ വലുത്, എന്റെ മതാടാ വലുത് എന്ന് പറഞ്ഞു. മനുഷ്യന് മുന്നില് അങ്ങനെ ഒരു ഭിത്തിയില്ല. ഈ കണ്ണാടികളെ, ഈ വ്യത്യസ്ത രൂപത്തിലുള്ള കണ്ണാടികൾ, പക്ഷെ പ്രതിഫലിക്കുന്നതെല്ലാം ഒന്ന് തന്നെ. അതിനെ വ്യത്യസ്ത രൂപത്തിനുള്ളിൽ, അതിന് ചിലതിന് ഹൈറ്റ് കുറവുണ്ടാവും, ചിലതിന് ഹൈറ്റ് കൂടുതലുണ്ടാവും, ചിലത് വെളുത്തതായിരിക്കും, ചിലത് കറുത്തതായിരിക്കും, ചിലത് പല രൂപത്തിലുണ്ടാവും. ദാറ്റ്സ് ഓൾ. സിമ്പിൾ.
ആ ഒന്നിനെ പ്രതിഫലിപ്പിക്കുന്ന പലത്. ആ സമുദ്രത്തിലെ അതിൽ നിന്നും വിട്ടുപോകാത്ത, അതിനോട് തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു തുള്ളി, അതിനോട് തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു തുള്ളി. അവിടെയാണ് നമ്മുടെ ശക്തി. അവിടെയാണ് നമ്മുടെ ശക്തി. നിങ്ങൾ ജനിച്ചപ്പോ നിങ്ങളുടെ കുടുംബക്കാരൊക്കെ ആഘോഷിച്ചു അല്ലെ? ആഘോഷിച്ചു. നിങ്ങൾ മരിക്കുമ്പോ എല്ലാരും കരയുകയും ചെയ്യും. പക്ഷെ നിങ്ങൾ ജനിക്കുമ്പോഴും നിങ്ങൾ പുതിയതല്ല, നിങ്ങൾ മരിക്കുമ്പോഴും നിങ്ങൾ അവസാനിക്കുന്നില്ല. നിങ്ങൾ ആരാണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകൾക്കും വിടയാവും. വിട വിട എല്ലാത്തിനും. ഉം. ആ റംല മാഡം ഒരു 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 പാട്ടിന്റെ ഇതുണ്ട്, സൂര്യാംശു അല്ലേ? ഏതാണ് ഇത്? പാട്ട് നല്ല പാട്ടാ അതല്ലേ? സൂര്യാംശു ഓരോ വയൽ പൂവിലും വൈര്യം പതിക്കുന്നു. അത് തന്നെയാണ് നിങ്ങളിലൊക്കെ ആ അംശം. അത് ഞാൻ അതുകൊണ്ടാ പറഞ്ഞ, ഒരു പ്രകാശമായിട്ട് പോലും അതിനെ കുറച്ച് കാണരുതെന്ന്. പ്രകാശം വലുത് തന്നെയാണ്. നമ്മൾ പ്രകാശമാണ്. എന്നാൽ അതിനപ്പുറവും എന്തോ ആണ്. അതിനപ്പുറവും. അതിനൊന്നും കുറച്ച് കാണാൻ പാടില്ല. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്, ലിമിറ്റേഷൻസ്. അവർക്ക് അവരുടെ ഡ്യൂട്ടി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, മാത്രം. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഭഗവത്ഗീതയില് ഭഗവാൻ കൃഷ്ണൻ, ശ്രീകൃഷ്ണൻ പറഞ്ഞത്, ആത്മാവ് ഒരിക്കലും ജനിക്കുന്നില്ല, അത് ഒരിക്കലും മരിക്കുന്നില്ല. നിങ്ങളെടുത്ത് വായിച്ചു നോക്ക്, വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട്. ശുദ്ധ ഖുറാനില് സൂറത്തുൽ ഇസ്രാ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്, 17-ാമത്തെ അധ്യായം. അതില് 85-ാം വാക്യത്തിൽ സോളിനെ കുറിച്ച് പറയുന്നുണ്ട്. സോൾ എന്ന് പറയുന്നത്, ആത്മാവ് എന്ന് പറയുന്നത് കർത്താവിന്റെ കൽപ്പനയിൽ നിന്നാണ്. അതിന്റെ വ്യാഖ്യാനം പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ അതിന്റെ ഒരു അംശമാണ്, നിങ്ങൾ അതിൽ നിന്നാണ്, ദൈവാംശത്തിൽ നിന്നാണ്. അതുപോലെ തന്നെ വളരെ കൃത്യമായി ബൈബിളിൽ പറഞ്ഞു, നിങ്ങൾ മണ്ണാണ്, നീ മനുഷ്യ മണ്ണിലേട്ട് മടങ്ങുന്നു. പക്ഷേ ആത്മാവ് അത് നൽകിയ ദൈവത്തിലേക്ക് മടങ്ങുന്നു. മനുഷ്യൻ വാഹനം ഇവിടെ ഉപേക്ഷിച്ചിട്ട് ആ അംശം അത്ര പവർഫുൾ ആയ ഒരു സോളിന് ഈ ഭൂമിയിൽ എന്തിനെങ്കിലും ഭയപ്പെടേണ്ടോ? എന്തിനെങ്കിലും ഒന്നിനെ ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. ഒന്നിനെയും ഇല്ല. ആത്മാവ് എന്ന് പറയുന്ന ഒരു ഖരവസ്തുവല്ല, ഖരവസ്തു. അതിങ്ങനെ ഏതെങ്കിലും കാലത്തിൽ പെട്ടെന്ന് ഉണ്ടായതല്ല. അത് ഈശ്വരനൊപ്പം, സൃഷ്ടാവിനൊപ്പം ഉള്ളതാണ്. ഒപ്പം വന്നതാണ്, സൃഷ്ടാവല്ല. ഏതെങ്കിലും ഒരു കാലത്തിന് ഇതിനെ നശിപ്പിക്കാൻ കഴിയൂല. നിങ്ങൾക്ക് നശിപ്പിക്കപ്പെട്ടു പോകുമെന്ന് തോന്നിയാൽ പോലും നിങ്ങളുടെ ശരീരം നഷ്ടപ്പെടുമെന്നുള്ള പേടിയാണ് നിങ്ങളുടെ ഉള്ളിലുള്ളൂ. ആത്മാവ് നഷ്ടപ്പെടുമെന്നുള്ള പേടി നിങ്ങൾക്ക് ഇല്ല. നിങ്ങൾ ശരിക്കൊന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ശരിക്കൊന്ന് കണ്ണടച്ച് ചിന്തിച്ചാൽ മനസ്സിലാവും. ആത്മാവ് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെടൂല. നിങ്ങൾ എന്താണോ ആയിരിക്കുന്നത്, നിങ്ങൾ എന്താണോ അതാണ് നിങ്ങൾ ആത്മാവ്. അതാണ് നിങ്ങൾക്കുള്ള എന്തെങ്കിലും ഒരു സംഭവമല്ല, നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുന്ന എന്തെങ്കിലും സംഭവമല്ല, താൽക്കാലികമായ ഒരു ശരീരമല്ല. ശരീരം എന്ന് പറയുന്ന താൽക്കാലികമായ ഒരു വസ്ത്രം ധരിച്ച ആത്മാവാണ് നിങ്ങൾ. ഒരു മെഴുകുതിരി കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ജ്വാല നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ ജ്വാല ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. മെഴുകുതിരി കത്തിക്കുമ്പോൾ അത് പ്രകാശിച്ച് കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. പ്രകാശിച്ച് കണ്ടു. മെഴുകുതിരി അലിഞ്ഞു തീർന്നാലും ആ ജ്വാല അവിടെ ഉണ്ടാവും. ജ്വാല,
അങ്ങനൊന്ന് നിങ്ങൾ സങ്കല്പിച്ചു നോക്ക്. ശരീരം ഉപേക്ഷിക്കുമ്പോഴും ആ ജ്വാല അവിടെ ഉണ്ടാവും. അതതിന്റെ വീട്ടിലേക്ക് മടങ്ങുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, നമ്മൾ ഈ ഒരു അറിവ് നമ്മൾ നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു അറിവ് നമ്മൾ നേടിക്കഴിഞ്ഞാൽ നമുക്ക് മരണത്തെ പോലും ഭയം ഉണ്ടാവില്ല. നമ്മുടെ ഡ്യൂട്ടി, നമ്മൾ ഇവിടെ വന്ന നമ്മുടെ ക്ലാസ് പഠിച്ച് പാസ്സായി അഭിമാനത്തോടു കൂടി. അങ്ങനെയാണല്ലോ ഒരു കാര്യം പാസ്സായി കഴിയുമ്പോൾ മനുഷ്യന് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു അഭിമാനമുണ്ട്. അതിൽ ഏറ്റവും വലിയ അഭിമാനമാണ് ഞാൻ ആരാണ് എന്ന് കണ്ടെത്തിയ അഭിമാനം. നിങ്ങൾ എത്രയെല്ലാം പാസ്സാക്കിയാലും എന്തെല്ലാം കോടികൾ സമ്പാദിച്ചാലും നിങ്ങൾക്ക് ഈ അഭിമാനം കിട്ടൂല. അവിടെയാണ് മനുഷ്യൻ സ്പിരിച്വാലിറ്റി തേടിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ആത്മീയത അന്വേഷിക്കുന്നത് മനുഷ്യൻ. ഇതാണ് ഇതിന്റെ സീക്രട്ട് എന്ന് മനസ്സിലാക്കിയവർ എന്ത് ചെയ്തു? അതിനെ പലതായി തിരിച്ച് പെട്ടിക്കുള്ളിലാക്കി നിങ്ങളെയും ആ പെട്ടിക്കുള്ളിലാക്കി അടച്ചു. നിങ്ങളെയും ആ പെട്ടിക്കുള്ളിലാക്കിയിട്ട് അടച്ച പൂട്ടി കുറ്റിയിട്ട് ഒരിക്കലും ഇവൻ പുറത്തിയാടരുത്. ഒരിക്കലും എല്ലാ മതവും സത്യമാണ്. പക്ഷെ മതങ്ങൾ എന്ന ചട്ടക്കൂടുണ്ടല്ലോ. ആ ചട്ടക്കൂട് എത്രത്തോളം സ്ട്രോങ് ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനോട് അടിക്കാൻ തുടങ്ങിയത്. ഒന്നിനോട് ഓരോ പ്രവാചകന്മാരും ഓരോ വഴികാട്ടികളും വന്ന അവർക്ക് മുമ്പുള്ളവരെ പോലും ബഹുമാനിച്ചുകൊണ്ടാണ്, അതിനെ കറക്റ്റായിട്ട് പറഞ്ഞുകൊണ്ടാണ് അവർ വന്നത്. പക്ഷേ അതിന് ശേഷമുള്ളവർ എന്ത് ചെയ്തു? ഇത് മാത്രമാണ് സത്യം, ഇതിലൂടെ അല്ലാതെ നിനക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. നമ്മൾ നമ്മുടെ പവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ പിന്നെ നമുക്ക് തന്നെ നേടാൻ കഴിയുമല്ലോ. ഈ ആത്മാവിന്റെ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഒരു സ്വപ്നത്തിൽ നിന്നും മറ്റൊരു സ്വപ്നത്തിലേക്ക് നമ്മൾ കടന്നു പോവാന്ന് നിങ്ങൾ ചിന്തിച്ചോ? ഇപ്പൊ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു സ്വപ്നം, ആ സ്വപ്നത്തിൽ നിന്നും മറ്റൊരു സ്വപ്നത്തിലേക്ക് കടന്നു പോകുന്നു സങ്കല്പിച്ചാൽ മതി. വളരെ സിമ്പിൾ ആണ്. അപ്പൊ നമുക്ക് കാലമില്ല, കാലമില്ല, നമുക്ക് സമയമില്ല. ഒരു ലോകത്തിൽ നിന്നും വേറൊരു ലോകത്തിന്റെ വെളിച്ചത്തിലേക്ക്, ഒരു വെളിച്ചത്തിൽ നിന്നും ഐക്യത്തിലേക്ക്, അങ്ങനെ ചിന്തിച്ചാൽ മതി. ഗർഭപാത്രത്തിൽ നിന്നും ഒരു സ്വപ്നം, അതിൽ നിന്നും ഭൂമിയിലേക്ക്, ഈ ലോകത്തിലേക്ക്, ഈ ലോകത്ത് നിന്നും ഒരു വെളിച്ചത്തിലേക്ക്, ആ വെളിച്ചത്തിൽ നിന്നും ഐക്യത്തിലേക്ക്, റീയൂണിയൻ. റീയൂണിയൻ ഈ ജീവിതത്തിലെ ഓരോ നമ്മുടെ മൂടുപടങ്ങളും, നമ്മൾ അഭിനയിക്കുന്ന ഓരോ റോളും ഓരോ പാഠമാണ്, ഓരോ പാഠം. ഓരോ മൂടുപടങ്ങളും നീക്കുമ്പോൾ നമ്മൾ ശുദ്ധമായി പരിശുദ്ധമായി നമ്മൾ പ്യൂറായിട്ട് ഡീപ്പായിട്ട് നമ്മൾ ആ സൃഷ്ടാവിന് മുന്നിൽ നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് മനസ്സിലാവും ഞാൻ ഒരിക്കലും അകലെ ആയിരുന്നില്ല, ഞാൻ മറന്നുപോയതാണ് എന്ന് മനസ്സിലാവും. എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ഓർക്കാത്തത്? ഇതെല്ലാം നമ്മൾ ഓർത്തിരിക്കേണ്ടതല്ലേ എന്ന് നമ്മൾ ചിന്തിക്കും, അല്ലെ? എല്ലാം ഓർത്തിരിക്കേണ്ടതല്ലേ എന്ന് നമ്മൾ ചിന്തിക്കും. കാരണം ആത്മാവ് ഈ ലോകത്തിൽ വന്നത് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അത് ഓർത്തിരിക്കാത്തത്. അത് ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പവറൊക്കെ കിട്ടും. പക്ഷെ നമ്മളിപ്പോ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ തളർന്നു. തളർന്നത് കൊണ്ട് നമ്മൾ ഇവിടെ വന്നു. ഇനി നമുക്ക് കുറച്ച് എൻജോയ് ചെയ്യാം, കുറച്ച് ശക്തി നേടാം, അല്ലേ? എല്ലാരും തളർന്നില്ലേ? തളർന്നു കാണും. ഓടി ഓടി തളർന്നു. ഇനി നമുക്ക് ഈ ശക്തി എന്താണെന്ന്, ഈ ശക്തി ആസ്വദിക്കാൻ നമുക്ക് പൈസ വേണ്ട. ഈ ശക്തി ആസ്വദിക്കാൻ പൈസ വേണ്ട, നമുക്ക് സമ്പത്ത് വേണ്ട, നമുക്ക് വലിയ പഠിപ്പ് വേണ്ട, വലിയ ബുദ്ധി വേണ്ട, വലിയ മിടുക്ക് വേണ്ട. നിങ്ങളാണ് ഈ ലോകത്തെ നയിക്കാൻ പോകുന്നത്, ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ. ഈ ലോകത്ത് നമ്മൾ വന്നത് ഈ വൈരുദ്ധ്യം അനുഭവിക്കാനൊക്കെയാണ്. പക്ഷെ നമ്മുടെ തിരിച്ചുപോക്കിന്റെയും നമ്മുടെ വരവിന്റെയും ഒക്കെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം.
നമ്മളിവിടെ വീഴാൻ വേണ്ടി വന്നവരല്ല. ഇവിടെ നിന്ന് നമ്മൾ ഉയർത്തെഴുന്നേക്കാൻ വേണ്ടി വന്നവരാ. ഇവിടെ വന്ന് നമ്മൾ ഏതെങ്കിലും ഒരു കുടുക്കിലോ ലോക്കിലോ വീണ് പോവാനല്ല. മറിച്ച് ഈ മണ്ണിനെ സ്ഫുടം ചെയ്തെടുത്ത് തീജ്വാലയായി മാറാൻ വേണ്ടിയിട്ടാണ്. തീജ്വാലയായി ഒരു പ്രകാശമായി മാറാൻ വേണ്ടിയിട്ടാണ്. സ്വയം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് ആ വന്നത്, എങ്ങനെ വന്നു, എങ്ങനെയാണ് ആ സൃഷ്ടാവിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ തന്നെ തിരിച്ചറിയാൻ വേണ്ടി. അതുകൊണ്ടാണ് നീ നിന്നെ അറിയൂ എന്ന് എല്ലാരും പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഭൂമിയിൽ ഒരിക്കലും നമ്മൾ ഭയപ്പെടേണ്ടതില്ല. നിങ്ങളുടെ ആത്മാവിന് തുടക്കവുമില്ല അന്ത്യവും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളെ ഭയപ്പെടുത്താൻ നോക്കുകയാണ് വേറൊരു സംവിധാനം. നമ്മളെപ്പോഴും ഭയപ്പെടുത്താൻ നോക്കുവാണ്. നിനക്ക് പൈസ ഇല്ലേ, നീ എന്ത് ചെയ്യും, നീ കഷ്ടപ്പെട്ട് അത് ഞാൻ ഞായറാഴ്ച കുറച്ചുകൂടി വിശദമായിട്ട് വിശദീകരിക്കും. നിനക്ക് രോഗം വന്നാൽ നീ എന്ത് ചെയ്യും, മക്കളെ കെട്ടിക്കണ്ടേ എന്ത് ചെയ്യും, മക്കളെ പഠിപ്പിക്കണ്ടേ എന്ത് ചെയ്യും, മക്കൾക്ക് ഇനി എല്ലാം ചെയ്തു കൊടുക്കണ്ടേ എന്ത് ചെയ്യും, ഞാൻ എങ്ങനെ ജീവിക്കും, ഇങ്ങനെയാണ് ഞാൻ ആൾക്കാരെ അഭിമുഖീകരിക്കുക, ആൾക്കാരുടെ മുമ്പിൽ പോകാൻ എനിക്ക് പേടിയാണ്. ഇതൊക്കെ വേറൊരു സംവിധാനത്തിന്റെ ഭയപ്പെടുത്തൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശക്തി നമുക്ക് തിരിച്ചറിഞ്ഞാൽ നമ്മൾ പിന്നെ ഇതിനൊന്നിനും ഭയപ്പെടണ്ട. നമുക്ക് തുടക്കവും ഇല്ല അവസാനവും ഇല്ല. നിങ്ങൾ ഈ ശരീരത്തിൽ വന്നിരിക്കുന്നത് ഒരു അതിഥിയായിട്ടല്ല എന്നാ മനസ്സിലാക്കേണ്ടത്. ഈ ശരീരം നിങ്ങളിലേട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഭൂമിയിലൂടെ നിങ്ങൾ കടന്നു പോവുകയല്ല, ഈ ഭൂമി നിങ്ങളിലേട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളാണ് അതിന്റെ മുകളിൽ നിന്ന് രാജാവായിട്ട് നിൽക്കുന്നത്. നിങ്ങൾ കിങ് ആണ്, കിങ്. നിങ്ങളെ അറിഞ്ഞാൽ, ഇന്ന് ഇൻട്രോ നൗഷാദ് പറഞ്ഞ പോലെ നിങ്ങൾ കിങ്ങും ക്യൂനൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലോകം ആ ലോകമായി മാറും. നിങ്ങൾ അങ്ങനെ ആവണം. അതാണ് യാഥാർത്ഥ്യം. എന്നുവെച്ചാൽ എല്ലാവരും ഇപ്പൊ ഞാൻ രാജാവാന്ന് പറയാനല്ല, രാജാവായിട്ട് വേണം നമ്മുടെ സോൾ നിൽക്കാൻ വേണ്ടി. രാജ്ഞിയായിട്ട് വേണം നമ്മുടെ സോൾ നിൽക്കാൻ വേണ്ടി. നമ്മുടെ ലോകം നമുക്ക് ചുറ്റുമാണ്. നമ്മൾ അതിന് ചുറ്റും നിൽക്കുന്ന നമ്മൾ പ്രകാശിക്കുക. നമ്മൾ അഹങ്കാരത്തോടു കൂടിയല്ല അത് പറയുന്നത്. കീഴടങ്ങൽ, സറണ്ടർ. കംപ്ലീറ്റ് സറണ്ടറിലൂടെ നമ്മൾ അതായി മാറുകയാണ്. കംപ്ലീറ്റ് സറണ്ടറിലൂടെ സൂര്യൻ എങ്ങനെ മാറി, ചന്ദ്രൻ എങ്ങനെ മാറി, നക്ഷത്രങ്ങൾ എങ്ങനെ മാറി, ഭൂമി എങ്ങനെ മാറി, ചുറ്റുമുള്ള ഗോളങ്ങൾ എങ്ങനെ മാറി, പ്രപഞ്ചം മുഴുവൻ എങ്ങനെ മാറി, വൃക്ഷങ്ങൾ എങ്ങനെ മാറി, മൃഗങ്ങൾ എങ്ങനെ മാറി, എല്ലാം മാറി. അതേ സറണ്ടറിലൂടെ, ആ സറണ്ടറിങ് ഞാൻ ഒന്നിനും ചിന്തിക്കുന്നില്ല. നാളെക്കുറിച്ചോ ഇന്നത്തെക്കുറിച്ചോ ഇതിനു മുമ്പുള്ളതിനെ കുറിച്ചോ ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഈ മൊമെന്റിൽ ഞാൻ ഞാൻ ആ സറണ്ടറിന് വിധേയനാണ്. ആ ബോധം 24 ഹവേഴ്സ്. അതാണ് അവബോധം. അതാണ് ആത്മജ്ഞാനം. അത് ഉള്ളിലേക്ക് കേറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കേറാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം അതിനകത്ത് കുറെ ഞാൻ പറഞ്ഞില്ലേ, ഈ ലോജിക്കുകൾ, മറകൾ ഒക്കെ വന്നു പോയിട്ടുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. നിങ്ങളെ കൂട്ടിന്ന് രക്ഷപ്പെട്ടു. നിങ്ങൾ ഈ ശരീരത്തിൽ ഒരു അതിഥി അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ശരീരത്തില് അത് വെറും ഈ ശരീരത്തിലൂടെ ഒന്ന് കടന്നു പോവാണ്. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാണ്, ഫീൽ ചെയ്യുകയാണ് ഇവിടെ എന്താണ്. നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ഹിസ്റ്ററി, ഞാൻ ജനിച്ചു, അങ്ങനെ ഉണ്ടായി, ആ ബുദ്ധിമുട്ടുണ്ടായി, ഈ ബുദ്ധിമുട്ടുണ്ടായി, ആ കഷ്ടപ്പാടുണ്ടായി, ഭയങ്കര കഷ്ടപ്പാടായിരുന്നു, ഭയങ്കര ദുരിതമായിരുന്നു, ഞാൻ കുറെ തെറ്റ് ചെയ്തു പോയി, ആ തെറ്റ് ചെയ്തു, ഈ തെറ്റ് ചെയ്തു. ഇതൊന്നും അല്ല. നിങ്ങൾ അതെല്ലാം വിടണം, അതെല്ലാം സറണ്ടർ ചെയ്യണം. അതെല്ലാം ചെയ്ത തെറ്റുകൾ വരെ ഒന്നുമല്ല, പൊറുക്കാൻ പറ്റാത്ത ഒരു തെറ്റ് നിങ്ങൾ ചെയ്തിട്ടില്ല. ഒരു തെറ്റ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന എത്ര വലുതും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ അതൊന്ന് സറണ്ടർ ചെയ്താൽ മാത്രം മതി. കംപ്ലീറ്റ് സറണ്ടർ. അവിടെ പിന്നെ നിങ്ങൾക്ക് ഇതൊന്നുമില്ല. നിങ്ങളുടെ ശ്വാസത്തിന് പിന്നിലെ യഥാർത്ഥ ശ്വാസം നിങ്ങൾ തിരിച്ചറിയും. എല്ലാ ദൃശ്യങ്ങൾക്കും, എല്ലാ കാഴ്ചകൾക്കും പിന്നിലെ യഥാർത്ഥ വെളിച്ചം നിങ്ങൾ തിരിച്ചറിയും. എല്ലാ വേഷങ്ങൾക്കും പിന്നിലെ യഥാർത്ഥ സാക്ഷിയായി നിങ്ങൾ മാറും. അവിടെയാണ് നിങ്ങളുടെ സാക്ഷിത്വം. അവിടെയാണ് നിങ്ങളുടെ കലിമ.
അവിടെയാണ് നിങ്ങളുടെ സത്യസാക്ഷ്യം. അവിടെയാണ് നിങ്ങളുടെ മോക്ഷം. ജസ്റ്റ് റിയലൈസ് ദാറ്റ്. ഇത് ഞാൻ പുതിയത് പറഞ്ഞു തന്നെയല്ല, നിങ്ങൾക്ക് അറിയാത്. നിങ്ങളുടെ ആത്മാവിന് ഇതറിയാം, നിങ്ങളുടെ സോളിന് ഇതറിയാം. ഒരു കഷ്ടപ്പാടും ഉണ്ടാവില്ല നിങ്ങൾക്ക് പിന്നെ ഭൂമിയിൽ. കഷ്ടപ്പാട് എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്കൊരു സുഖമായിട്ട് അനുഭവപ്പെടും. ഇറ്റ്സ് എ ബെറ്റർ ഫീൽ. എന്തിനാണ് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ഞാൻ കൂടുതൽ കൂടുതൽ സറണ്ടർ ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ കൂടുതൽ കൂടുതൽ ആ ശക്തിയിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന ബോധ്യം അങ്ങ് വരും. ഇപ്പോഴാണ് ചിലർ വീടുകളും ഇതൊക്കെ വിട്ടുപോയിട്ട് കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ട് എൻജോയ് ചെയ്യണത്. കഷ്ടപ്പാട് അനുഭവിച്ച് എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ഇല്ലാന്നാണോ വിചാരിച്ചേണേ? പലരും പല രീതിയിലാണ് ഈ ഭൂമിയെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പല രീതിയിൽ. ഞാൻ ഇന്നലെ മിനിയാന്ന് ഞാനൊരു യാത്ര പോയി. മിനിയാന്ന് ഒരു മനുഷ്യനും ഇല്ല, ഒരാളും ഇല്ല, മാഞ്ചാതിയില്ല, ഒരു റേഞ്ചും ഇല്ലാത്തൊരു സ്ഥലം. ഫോണിന് പോലും റേഞ്ച് ഇല്ലാത്തൊരു സ്ഥലം. നോക്കുമ്പോ അവിടെയും കുറെ ആൾക്കാരെ എല്ലാം വിട്ടു ഉപേക്ഷിച്ച് അവിടെ വന്നിരിക്കുക. എല്ലാം വർഷങ്ങളെ 25 വർഷമായി. ഓരോ മനുഷ്യന്റെ അവര് എക്സ്പീരിയൻസ് ചെയ്യുന്ന രീതി അതാണ്. എല്ലാം ഉപേക്ഷിച്ച് കുറച്ച് അവിടെ ചെന്നപ്പോ കുറെ ആടിനും കോഴിയും സാധനങ്ങളൊക്കെ ഇങ്ങനെ വിട്ടേക്കണു. ആയറെ കൂളായിട്ട് കാടാണ്. പുലിയും കടുവയും ആനയൊക്കെ ഉള്ള കാട്. ഒരു മറ പോലും ഇല്ലാതെ അവരവിടെ ജീവിക്കുക. ഒരു ഒരു ഷെഡ്. ആ ഷെഡിനുള്ളിൽ ഒരു 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 സെക്യൂരിറ്റി ഇല്ല. ഒരു സെക്യൂരിറ്റി ഇല്ല. ഓപ്പൺ ഓപ്പൺ ഷെഡ്. അതും മരത്തിന്റെ മുകളിലൊന്നുമല്ല, താഴെ. നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയും. പേടിച്ച് കഴിഞ്ഞിട്ട് ഓടിക്കളയും രാത്രിയാകുമ്പോ അല്ലെ? ഏതെങ്കിലും മരത്തിലോ പൊത്തിലോ എവിടെയെങ്കിലൊക്കെ കയറിയിരുന്ന ഇതിനൊക്കെ നേരിട്ട് കണ്ടാണ് ഞാൻ. അത് ശരിക്കും ഒരു കാടിന്റെ പ്രദേശത്ത് അത് ഒരു അവിടെ എന്തോ ഒരു ആരോ ജീവിച്ചിരുന്നു ഒരിക്കൽ. അദ്ദേഹം അവിടെ എന്തോ അവിടെ അടങ്ങി. ഇതെല്ലാം കഴിഞ്ഞ 10-11 വർഷമായിട്ട് ഇത് പൂട്ടിക്കിടക്കുവാണ് പൂർണ്ണമായിട്ട്. അതിനകത്ത് യാതൊരു വിധ സംവിധാനങ്ങളും ഇല്ല. രാത്രി ആയി കഴിഞ്ഞാൽ ആ റോട്ടിൽ കൂടെ വണ്ടികൾ പോലും വിടൂല. അതിലൊരു റോഡുണ്ട്. സ്ഥലം പിന്നെ പറയാം. സ്ഥലം സീക്രട്ടാ. സ്ഥലം നമുക്ക് നമ്മുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ളതാ. ഓക്കെ, പറയാം പറയാം പറയാം. ക്ഷമിച്ചിരിക്കുക കേട്ടോ. ക്ഷമിച്ചിരിക്കുക. ആക്സസ് ഒക്കെ ഉണ്ട്. ഇങ്ങോട്ട് പോകാനൊക്കെ ഉള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. അങ്ങനെ ആ സ്ഥലത്തെ കുറിച്ചല്ല, ആ സ്ഥലം അല്ലാട്ടോ നമ്മുടെ ആവശ്യം. ഞാൻ അങ്ങോട്ട് പോകുന്ന ഒരു വഴിയാണിത്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് കണ്ടതാണ്. അപ്പൊ അത് അങ്ങനെ അങ്ങനെയും ആളുകൾ ജീവിക്കുന്നുണ്ട്. അങ്ങനെ അപ്പൊ ഞാൻ ഇവരോട് സംസാരിച്ചപ്പോ ഇവര് പറയുവാണ് അവിടെ നിന്നും ഞാൻ പോകുന്ന സ്ഥലത്ത് നിന്നും ദൂരേട്ട് പല മലനിരകൾ ഉള്ള സ്ഥലമാണ്. 3 സ്റ്റേറ്റിന്റെ ബോർഡർ വരുന്ന ഭാഗമാണ്. കേരള, തമിഴ്നാട്, കർണാടക ഒക്കെ ബോർഡർ വരുന്ന ഭാഗമാണ്. ഒരു 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 അത്ഭുതങ്ങളുള്ള സ്ഥലമാണ്. അവിടെ ഇപ്പോഴും ആ കാട്ടിലൂടെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ വേറൊരു സ്ഥലമുണ്ട്. അവിടെ അങ്ങോട്ട് പോകാറുണ്ട്. അവിടെ നിന്ന് ഇവർ ഇങ്ങോട്ടും വരാറുണ്ട്. ഏഹ് ഏകദേശം 3 മതവിഭാഗങ്ങളുടെയും പല പല സാധനങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട്. ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലമൊന്നുമല്ല. ഇത് അങ്ങനെ റിവീൽ ചെയ്യപ്പെട്ടിട്ടില്ല. ഓക്കെ. വെറുതെ നിങ്ങള് ആലോചിച്ച് കൂട്ടണ്ട. വിട്ടുകളാ. മുത്തങ്ങയൊന്നുമല്ല. ഓക്കെ. പോലീസും പട്ടാളം ഇറങ്ങിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ലാസ്റ്റ് കെണിയിലൂടെയാണ് ആ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആളുകളെ പിടിക്കാൻ പറ്റിയത്. ഈ ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ കരസേന അല്ലെങ്കിൽ അത്രയും വലിയ സംവിധാനമുള്ള സ്ഥലത്ത് ഒരു മനുഷ്യനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരു മനുഷ്യനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല.
ലാസ്റ്റ് കെണി വെച്ച് ഒരാളെ കൂടെ വിട്ട് വർഷങ്ങളോളം കൂടെ സന്തത സഹചാരിയാക്കി അയാളെ പുറത്തു കൊണ്ടുവന്നിട്ടാണ് വെടിവെച്ച് വന്നത്. നമ്മൾ കണ്ടാണത്. അപ്പൊ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് എത്ര എത്ര ഇതായിരിക്കും. സത്യമംഗലം ഒന്നും അല്ല കേട്ടോ. സത്യമംഗലത്തായിരുന്നു വീരപ്പൻ എന്നുള്ളത് ഒരു 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 പറച്ചിലല്ലേ? പറച്ചിലല്ലേ? ഓക്കെ. അപ്പൊ അവിടെ ഞാൻ അത്ഭുതപ്പെട്ടത് അതാണ്. ഈ ആടും കോഴിയും ഒക്കെ അവിടെ ഇങ്ങനെ നിന്നിട്ട്, ഈ ആടും കോഴിയും ഒക്കെ നിന്നിട്ട് ഈ സാധനം കേറി എന്തുകൊണ്ട് ഈ ഇതിനെ ആക്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാനത് ചിന്തിച്ചു അത്. പക്ഷെ അവര് 100-ലധികം ആടുകളുണ്ട്. ഒന്നും രണ്ടും അല്ല. 100-ലധികം ആടുണ്ട്. അതിനൊരു ഷെഡ് ഉണ്ട്. അതിനൊരു ഇതും വച്ചിട്ടുണ്ട്. പക്ഷെ ഈ മനുഷ്യൻ കിടക്കുന്നിടത്ത് ഒരു സാധനവും ഇല്ല. കുറെ പ്രാവുകളുണ്ട്. കുറെ കോഴിയുണ്ട്. എന്തായാലും അത് ഓരോ ഓരോ എങ്ങനെയാണോ അവരവിടെ ജീവിക്കുന്നത് എന്നുള്ളത് അത്ഭുതം തന്നെ. ഓക്കെ. ഇപ്പൊ അവിടെ ഡെവലപ്മെന്റ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും അതൊരു കാട് തന്നെയാണ്. കുറച്ച് ആളുകൾ അപ്പുറം ഇപ്പുറമൊക്കെ എവിടെയൊക്കെ താമസിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുക. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. കഥ പിന്നെ പറയാം. നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുക. കാരണം നിങ്ങൾ അതിപുരാതനമാണ്. നിങ്ങൾ വളരെ സൗമ്യമായി നടക്കുക. വളരെ സൗമ്യമായി ഈ ഭൂമിയിൽ. നിങ്ങൾ ആരാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം ഇന്നു മുതൽ നിങ്ങളുടെ നടത്തം. നിങ്ങൾ മൃദുവായി സംസാരിക്കുക. കാരണം നിങ്ങളുടെ സംസാരത്തിന് ഭയങ്കര പവർ ഉണ്ട്. ആ പവർ മനസ്സിലാക്കാത്തതുകൊണ്ട് നിങ്ങൾ വെറും ചലപില ചലപില കച്ചറ കച്ചറ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിർത്തുക സംസാരം. മൃദുവായി സംസാരിക്കുക. നിങ്ങളുടെ സംസാരത്തിന് സൂപ്പർ പവർ ഉണ്ട്. സൂപ്പർ പവർ. പവർ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്തത് നിങ്ങൾക്ക് അറിയാവോ? നിങ്ങൾ ആവശ്യമുള്ളതും ഇല്ലാത്തതും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആവശ്യമുള്ളത് നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ മാജിക്കൽ പവർ സംസാരത്തിലൂടെ പുറത്തിട്ട് വരാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത് കുറെ ആൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഒരാളെയും ശപിക്കാൻ പാടില്ല. നിങ്ങൾ ആരെയും ദേഷ്യപ്പെട്ട് നോക്കരുത്. നിങ്ങൾ ആളെയും ആരോടും ദേഷ്യപ്പെട്ട് സംസാരിക്കരുത്. നിങ്ങൾ പോലും അറിയാതെ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് എന്തും നേടാൻ കഴിയും എന്ന് പറയുന്ന ഈ ലോ ഓഫ് അട്രാക്ഷനും ഇതൊക്കെ പഠിപ്പിക്കുന്നവർ പറയുന്ന ആ ഒരു സ്റ്റേജ്. ആ സ്റ്റേജിലേക്ക് എത്താനുള്ള ടെക്നിക്ക് അവർക്ക് അറിയില്ല. അവർക്ക് ഇത് ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെ എത്താൻ പറ്റും എന്ന സീക്രട്ട് മാത്രമേ അവർക്കറിയാവൂ. അതിലേക്ക് എത്താനുള്ള ഒരു സൂത്രമുണ്ട്, ടെക്നിക്ക്. അതാണ് ഈ വർഷങ്ങൾ അന്വേഷിച്ചിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളത്. അതിലേക്ക് നിങ്ങൾ പോവുകയാണ്, നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. 90 ദിവസമൊക്കെ ഇതിനകത്ത് പൂർത്തിയാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും അതിനകത്ത്. ഫീൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇതിനകത്ത് തന്നെ ഇങ്ങനെ മുറുക്കി പിടിച്ചിരുന്നോളാം എന്ന് പറഞ്ഞത്. വിട്ടുപോയേക്കരുത്. പല പല രീതിയിലുള്ള ഇതുണ്ടാവും പോവാൻ വേണ്ടി. ഞാൻ അതുകൊണ്ടാണ് ഇവിടെ ഒരു മതവും പറയരുതെന്ന് പറഞ്ഞത്. അതൊന്നും അല്ല. അതിനേക്കാൾ അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ്. നിങ്ങൾക്കറിയാം അത്. നിങ്ങൾ മൃദുവായിട്ട് സംസാരിക്കുക, സൗമ്യമായി നടക്കുക. അതും നിങ്ങൾക്ക് ഭൂമി അനുവദിച്ചു തന്നിരിക്കുന്ന അത്ര പവറായിട്ടാണ് നിങ്ങൾക്ക്. അത്ര പവറായിട്ട്. നിങ്ങൾ ആരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ നടക്കുക. നിങ്ങൾ ആരാണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ സംസാരിക്കുക. ലോകത്ത് ഒരു ജീവിക്കും കൊടുക്കാത്ത മാജിക്കൽ പവറാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ആ പവർ ഭയങ്കര പവറാണത്. ആ പവർ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത നിങ്ങൾ കഴുതകളെ പോലെ, നിങ്ങൾ മൃഗങ്ങളെ പോലെ, ആനയെ പോലെ, കടുവയെ പോലെ, പശുവിനെ പോലെ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാത്ത നിങ്ങളുടെ സംസാരത്തിന് ഒരു പവർ ഉണ്ട്. ഒരു മതവും മനുഷ്യ നിർമ്മിതിയല്ല. എല്ലാ മതങ്ങളും ദൈവനിർമ്മിതിയാണ്. എല്ലാ മതങ്ങളും ദൈവനിർമ്മിതിയാണ്. പക്ഷേ അതിനെ മനുഷ്യൻ അവന്റേതാക്കി അവന്റെ ഒരു ഒരു പൊളിറ്റിക്കൽ ഇതിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ആ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ. ഏതെങ്കിലും മത മേലാധികാരികൾ അവരെങ്ങനെയാണ് സഞ്ചരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മതി. നിങ്ങൾ നോക്കിയാൽ മതി, കണ്ടാൽ മതി. അവരിതെല്ലാം മനസ്സിലാക്കിയ ആളുകളാണ്. അവരെങ്ങനെയാണ് പോകുന്നത്, അവരെങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്, അവരുടെ ലൈഫ് സ്റ്റൈൽ എന്താണ്.
നിങ്ങളും അതേ അത് ആ ആളുകൾ തന്നെയാണ് നിങ്ങൾ. മതത്തിന്റെ ആ ഇതിൽ നിങ്ങളെ കെട്ടിപ്പൂട്ടി ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, മതം ഒന്നും മോശമൊന്നുമില്ല. ഞാൻ മതം മോശം എന്നല്ല പറഞ്ഞത്. മതം മനുഷ്യൻ നിർമ്മിച്ചു എന്നൊന്നും അല്ല പറഞ്ഞത്. ഇതിലെ യാഥാർത്ഥ്യം മനസ്സിലാക്കുക എന്നാണ്. യാഥാർത്ഥ്യം. ആദ്യത്തെ ദിവസം ഇതിനകത്ത് കയറിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മനസ്സിലാവില്ല കേട്ടോ. നിങ്ങള് മാജിക് മൈൻഡ് ടോക്സ് എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബിൽ പോയിട്ട്, ചാനലിൽ പോയിട്ട് ആ വീഡിയോസ് കാണുക. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും ബെൽ ബട്ടൺ ഞെക്കിയില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല. വീഡിയോസ് കാണുക. അപ്പൊ കൂടുതൽ മനസ്സിലാവും എന്താണെന്ന്. ഒരു ദിവസം കൊണ്ട് പറഞ്ഞു തീർക്കണല്ല. ഇതിപ്പോ 54 ദിവസമായി. ഓക്കെ. അപ്പോ നിങ്ങളെ സ്നേഹിക്കുക, ആഴത്തിൽ സ്നേഹിക്കുക, സൗമ്യമായി നടക്കുക. കാരണം നിങ്ങൾ ഇന്ന് തുടങ്ങിയതോ നാളെ അവസാനിക്കുന്നതോ അല്ല. അതുകൊണ്ട് കാലത്തിന് അതീതരാണ് നിങ്ങളെന്ന് മനസ്സിലായതുകൊണ്ട് നിങ്ങൾ ഇനി ധൃതി വെക്കണ്ട ഒന്നിനും. സൗമ്യമായി നടക്കുക, മൃദുവായി സംസാരിക്കുക. ലോകത്തെ എല്ലാത്തിനും കിട്ടാത്ത ഒരു മാജിക്കൽ പവർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ പവർ നിങ്ങൾ യൂസ് ചെയ്യുക. സംസാരിക്കുന്നത് സൂക്ഷിക്കുക. നിങ്ങളുടെ ഓരോ സംസാരവും വളരെ വിലപ്പെട്ടതാണ്. ഓരോ വാക്കും വളരെ ആ വാക്ക് പറഞ്ഞാൽ നടക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ പറയരുത്. നിങ്ങൾ പറയുന്നതെല്ലാം നടക്കും. നിങ്ങളുടെ വീട്ടിലാണെങ്കിലും ശരി, നിങ്ങളുടെ ലോകത്ത് എവിടെയും നിങ്ങൾ പറയുന്നത് നടക്കും. നിങ്ങൾ ജീവിക്കുന്ന ആ ലോകം ഉണ്ടല്ലോ, നിങ്ങളുടെ ലോകത്ത് നിങ്ങൾ പറയുന്നത് നടക്കും. പക്ഷെ പറയാൻ പാടില്ല. 100% സമർപ്പണത്തിന് ശേഷം പറയേണ്ടതേ പറയാവുള്ളൂ. ആഴത്തിൽ സ്നേഹിക്കുക. കാരണം നിങ്ങളുടെ ആത്മാവിന് എല്ലാ പരിധികളെയും, എല്ലാ പ്രശ്നങ്ങളെയും വഹിക്കാൻ കഴിയുന്ന, എല്ലാ പരിധികൾ, ലിമിറ്റേഷനെയും ഒക്കെ വഹിക്കാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം സ്നേഹമാണ്. ഒരേ ഒരു കാര്യം സ്നേഹമാണ്. ആഴത്തിൽ സ്നേഹിക്കുക. ആഴത്തിൽ. എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റൂല. ഞാൻ എങ്ങനെ നിങ്ങളെ സ്നേഹിക്കുന്നത് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റൂല. എന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ നന്ദിയുള്ളവരാണ്. എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ഞാനിത് പറയേണ്ട ആരോടെങ്കിലും. നിങ്ങൾ വന്നാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ തന്നെ കയറി നിന്നിട്ട് പറയേണ്ടി വരും. തന്നെ ഞാൻ പറയും. ആരും കേട്ടില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. യെസ്, നിരുപാധിക സ്നേഹം. ഇത് ഇത്രയും പേരൊന്നും വരുമെന്ന് വിചാരിച്ചു തുടങ്ങിയ ഒരു പരിപാടി പോലുമല്ല. ഇതൊരു പ്രത്യേക സാഹചര്യത്തിൽ തുടങ്ങിയതാണ്. ഓരോ ദിവസവും ആള് കൂടി കൂടി വന്നുകൊണ്ടിരിക്കുക. നിങ്ങളാണ് ഇത് പ്രചരിപ്പിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടാണ് ഇത് പ്രചരിപ്പിച്ചത്. ഓരോ ദിവസവും ആള് കൂടി കൂടി വരിക. ഒന്നും പ്രതീക്ഷിച്ചു തുടങ്ങിയതല്ല. ഒരു പ്രതീക്ഷയില്ല അതിനകത്ത്. തുടങ്ങാൻ ചില സാഹചര്യങ്ങൾ ഉണ്ടായി. ഒന്ന്, നമ്മുടെ ട്രെയിനേഴ്സ് വന്നു. അതോടൊപ്പം സാമ്പത്തികപരമായി ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഇത് കിട്ടുന്നില്ല എന്നുള്ള ഒരു സംസാരം വന്നു. പിന്നെ നമ്മൾ നോക്കിയപ്പോൾ പലരും ലക്ഷങ്ങളും 10,000-ങ്ങളും 20,000 ഒക്കെ ഈടാക്കിയിട്ടാണ് ഇത്തരം ഇത് കൊടുക്കുന്നതെന്ന് വന്നു. ഇത് കോടിക്കണക്കിന് രൂപയുള്ളവർക്ക് മാത്രം അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണെന്ന് വന്നു. അതൊക്കെ വന്നപ്പോ നമ്മൾ പറഞ്ഞു എന്നാ ഇത് സ്റ്റാർട്ട് ചെയ്തേക്കാം. അങ്ങനെയാണ് വന്നത്. പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം നമ്മുടെ ട്രെയിനേഴ്സിന്റെ ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായി വന്നു. രണ്ടാമത് പല കാരണങ്ങളുണ്ട്. അത് ഞാൻ പിന്നീട് നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് വ്യക്തമാക്കാം. ഓക്കെ. അപ്പൊ നിങ്ങൾ ഒരിക്കലും ജനിച്ചിട്ടില്ല, നിങ്ങൾ ഒരിക്കലും മരിക്കുന്നില്ല. നിങ്ങൾ അനന്തതയുടെ പ്രതിധ്വനിയാണ്. നിങ്ങൾ എപ്പോഴും സ്വതന്ത്രരാണ്. നിങ്ങൾ സ്വതന്ത്രരാണ് എന്ന് ഓർമ്മിക്കുന്നത് വരെ നിങ്ങൾ ഈ രൂപത്തിൽ കുടുങ്ങി കിടക്കുകയുള്ളൂ. അത് നിങ്ങൾ എന്ന് ഓർമ്മിക്കുന്നു അന്ന് നിങ്ങൾ രക്ഷപ്പെടും. ഓക്കെ. അപ്പൊ നമുക്ക് എല്ലാവരും ഒന്ന് മെസ്സേജ് ഇട്ട് നമുക്കൊരു പ്രോസസ്സിലേക്ക് കിടക്കാം. ഈ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ആളുകൾക്ക് ഈ പ്രോസസ്സ് എന്താണ് എന്നൊരു സംശയം ഉണ്ടാവും. ഓക്കെ. ഒരു 5 മിനിറ്റും കൊണ്ട് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യും. കയറാനുള്ളവർക്ക് കയറാൻ പറയാം കേട്ടോ. കാലത്തിനപ്പുറത്തുള്ള ഒരു ജ്വാലയാണ് നിങ്ങൾ. ഒരു പ്രകാശമാണ് നിങ്ങൾ. പ്രകാശമാണ്. തിരക്കുണ്ടല്ലേ. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യട്ടോ. 1-2 പേരും കൂടെ ജോയിൻ ചെയ്യാൻ അങ്ങ് ചെയ്തോട്ടെ. അപ്പൊ ജ്വാല എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രകാശം ഒരിക്കലും ഇരുട്ടിനെ അറിഞ്ഞിരുന്നില്ല. അതിങ്ങനെ
നൃത്തം ചെയ്തുകൊണ്ടേയിരുന്നു. അതിന് ദുഃഖമോ ഭയമോ വേർപിരിയലോ ഒന്നും അറിഞ്ഞിരുന്നില്ല. ഒന്നും അറിഞ്ഞിരുന്നില്ല. ഒന്നും അറിഞ്ഞിരുന്നില്ല. പെട്ടെന്ന് തുടങ്ങാം കേട്ടോ. ഒന്നും അറിഞ്ഞിരുന്നില്ല. അപ്പോ ഈ ജ്വാലയോട് ഒരിക്കൽ ഒരു ദിവ്യൻ പറഞ്ഞു, നീ തിരിച്ചുവരവിന്റെ അർത്ഥം എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പൊ പറഞ്ഞു, ജ്വാല പറഞ്ഞു, ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ജ്വാലയാണ് പറഞ്ഞത്. ജ്വാല പറഞ്ഞു, ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ തിരിച്ചുവരവിന്റെ അർത്ഥം എന്താണെന്ന് അറിയാൻ ഞാനൊന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും ജ്വാലയാണ്, ഞാൻ കത്തിക്കൊണ്ടിരിക്കും, പ്രകാശമാണ്. അപ്പോ ആ ദിവ്യൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, നീ ഒരു പണിയ്, നീ ശരീരം ധരിക്ക്, നീ സമയത്തിലേട്ട് ഇറങ്ങ. സമയത്തിലേട്ട് നീ ഒന്ന് ഇറങ്ങി നോക്ക്. അങ്ങനെ സമയത്തിൽ ഇറങ്ങിയ ആൾക്കാരാ നിങ്ങൾ. നിങ്ങള് ഒന്ന് അനുഭവിക്കണം ഇത്. ഇതൊന്ന് അനുഭവിക്കണം, ഫീൽ ചെയ്യണം. നല്ല കത്തിക്കൊണ്ടിരിക്കുന്ന പ്രകാശമായിരുന്നു, നല്ല പ്രകാശമായിരുന്നു. ഒന്നും അറിഞ്ഞിരുന്നില്ല, ആദ്യമോ അന്ത്യോ അറിഞ്ഞിരുന്നില്ല. നല്ല സൂപ്പറായി പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ പറഞ്ഞു, ഇതൊന്ന് അനുഭവിക്കണം, എക്സ്പീരിയൻസ് ചെയ്യണം, ഫീൽ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? അങ്ങനെ നിങ്ങൾ സമയത്തിലേക്ക് ഇറങ്ങി, സമയം സ്റ്റാർട്ട് ചെയ്തു. ടിക് 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 സമയം സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരു ശരീരത്തിലേക്ക് കയറി നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ പറഞ്ഞു, ആ ജ്വാല അങ്ങ് മറന്നു കളഞ്ഞേരെ. നിങ്ങൾ അത് വീണ്ടും കണ്ടെത്തുമ്പോൾ നിങ്ങൾ എന്നെ കൂടുതൽ ആഴത്തിൽ അറിയും. ആ ജ്വാലയെ മറന്നിട്ട് വീണ്ടും നിങ്ങൾ ആ ജ്വാലയെ കണ്ടെത്തൂലോ. അപ്പോൾ നീ അങ്ങനെ ജ്വാല സംഭവിച്ചു. ഓക്കെ, ഞാൻ കൂടുതൽ അറിയണം, എനിക്ക് നിന്നെ കൂടുതൽ അറിയണം. ആ കൂടുതൽ അറിയാൻ വേണ്ടി വന്ന് ആ ശരീരത്തിനുള്ളിൽ ഇരിക്കുകയാണ് ഇപ്പൊ നിങ്ങൾ. ജ്വാല ഈ ലോകത്തിലേക്ക് പ്രവേശിച്ചത് ഒരു കുട്ടിയായിട്ടാണ്, ഒരു കുട്ടിയായിട്ട്. അതിനൊരു പേര് നൽകി, അതൊരു മുഖം നൽകി, ഒരു കുടുംബം നൽകി, ഒരു ചരിത്രം നൽകി. പതിയെ എന്ത് ചെയ്തു? പഴയത് മറന്നുപോയി. പഴയത് നിങ്ങളൊക്കെ മറന്നുപോയി. എല്ലാവരും മറന്നുപോയി. പഴയത് മറന്നുപോയി. അങ്ങനെ അത് നടക്കാനും സംസാരിക്കാനും അംഗീകാരം നേടാനും മിടുക്കനാണെന്ന് തെളിയിക്കാനും ഒക്കെ പഠിച്ചു. നല്ലത് എന്താണ്, മോശം എന്താണെന്നൊക്കെ തിരിച്ചറിയാൻ ഈ ജ്വാല പഠിച്ചു നിങ്ങളിലൂടെ, അല്ലെ? മിടുക്കന്മാർ. ആവൂ, എന്നാ മിടുക്കാൻ നിങ്ങൾക്ക് നോക്കി. എന്ത് മിടുക്കാണ്! ആ മിടുക്ക് വെച്ചോണ്ട് നിങ്ങൾ കഷ്ടപ്പെടുവാണ്. ആ മിടുക്ക്. അങ്ങനെ ഓരോ പഠനത്തിലും ആ വെളിച്ചമാണ് അത് എന്ന് മറന്നു. ധരിച്ച വസ്ത്രമാണ് എന്ന് ജ്വാല വിചാരിക്കാൻ തുടങ്ങി. ആ ജ്വാല വിചാരിക്കാൻ തുടങ്ങി, ഞാൻ ധരിച്ചിരിക്കുന്ന ഒരു വസ്ത്രം മാത്രമാണ് എന്ന്. അത് താമസിച്ചിരുന്ന വീട്, അതിന്റെ ഇഷ്ടപ്പെട്ട ആളുകൾ, അതിനോട് സ്നേഹപ്പെട്ട മക്കള്, മാതാപിതാക്കള്, വിട്ടുപോയവര്, ഇതൊക്കെയാണ്. ഇതൊക്കെയാണ്. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അപ്പോഴും ആ ജ്വാല തിളങ്ങിക്കൊണ്ടിരുന്നു. ഉള്ളിന്റെ ഉള്ളിൽ ഒരു ദിവസം ആ ജ്വാല പ്രകാശിക്കുന്ന ഷൈനിങ് ആയിട്ടുള്ള ഒരു കണ്ണാടിക്ക് മുമ്പിൽ വന്നിരുന്നു. എപ്പോഴെങ്കിലും ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, ആ കണ്ണാടിക്ക് മുമ്പിലെങ്കിലും വന്നിരിക്കുമ്പോ എങ്കിലും നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, ലോകത്തിന്റെ നിലവാരം അനുസരിച്ചൊക്കെ ഞാൻ വിജയിച്ചിട്ടുണ്ട്. ഇനി പൂർണ്ണമായിട്ടും ഞാൻ ശൂന്യമാകണം, ഞാൻ പൊള്ളയാകണം. ഞാൻ ആരാണ് എന്ന് ഓർമ്മയില്ലാതെ വന്നിരിക്കുന്ന നിങ്ങളോട് എന്തോ നഷ്ടപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? എന്തോ ഫീൽ ചെയ്യുന്നില്ലേ? എന്തോ നഷ്ടപ്പെട്ടു പോയി, എന്തോ ഒരു വിഷമമുണ്ട്, എന്തോ ഒരു സങ്കടം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഇത് മാറിക്കോ. ആ കണ്ണാടിയുടെ മുമ്പിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഒരു കണ്ണാടിയുടെ മുമ്പിൽ. ഞാൻ ഒരൊറ്റ കണ്ണാടിയല്ല, പല കണ്ണാടികളുണ്ട്. അങ്ങനെ ആരെങ്കിലും ഞാൻ മാത്രമേ ഒരു കണ്ണാടി ഉള്ളൂ എന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിലെന്തോ പ്രശ്നമുണ്ട് എന്ന് വിചാരിക്കും. നിങ്ങളെല്ലാം ഉപേക്ഷിക്കുക, എല്ലാം പൂർണ്ണമായിട്ടും സറണ്ടർ ചെയ്യുക, പൂർണ്ണമായിട്ട് നിങ്ങൾ സമർപ്പിക്കുക. അപ്പോൾ നിങ്ങൾ ആരാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യം വരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് നിങ്ങളുടെ കഥയല്ല, ഇത് താൽക്കാലികമായ പുറന്തോടല്ല, താൽക്കാലികമായ ശരീരമല്ല. ഞാൻ എന്താണ് എന്ന് ഞാൻ അറിയാൻ വേണ്ടി ഞാൻ സ്വയം ഇവിടെ വന്നതാണ്. എന്താണ് ആ ദിവ്യത്വം, ആ ഡിവൈനിറ്റി, സൃഷ്ടാവ് എന്ന് അറിയാൻ വേണ്ടി എന്ന് നിങ്ങളുടെ സ്വപ്നത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഉണരുന്ന പ്രഭാതം മാറും. നിങ്ങൾ ഉണർന്ന പ്രഭാതം മാറിയാൽ നിങ്ങൾ രാവിലെ തന്നെ നിങ്ങളുടെ റീൽസ് കാണാനും ഷെഡ്യൂളിനും അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഓട്ടത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പോവൂല. രാവിലെ നിങ്ങൾ നിശബ്ദമായിട്ടൊന്ന് ഇരിക്കും. ആ നിശബ്ദതയിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്നും ഒന്നിളകും, മൃദുവായതൊന്നിളകും.
ഒരു മിന്നൽ, ഒരു ചൂട്, ഒരു വൈബ്രേഷൻ, ഒരു പ്രകാശം, അല്ലെങ്കിൽ ഒന്നുമില്ല, ഒന്നും വേണ്ട, ഒന്നും വേണ്ട, ഇല്ലെങ്കിൽ ഒരു സന്തോഷം അടുത്ത ദിവസം, ഒരോർമ്മ. അത് നിങ്ങളുടെ മനസ്സിന്റെ അല്ല, നിങ്ങളുടെ ലോജിക്കിന്റെ അല്ല, നിങ്ങളുടെ ആത്മാവിന്റെയാണ്. നിങ്ങളുടെ ആ ജ്വാലയിൽ നിന്നാണ്, നിങ്ങളുടെ ആ പ്രകാശത്തിൽ നിന്നാണ്. നിങ്ങൾ ഒരിക്കലും ജനിച്ചിട്ടില്ല, ഒരിക്കലും മരിച്ചിട്ടില്ല, മരിക്കുകയില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് അതുണ്ടാകുന്നത്. ഓക്കെ, ഗെറ്റ് റെഡി.